ഹായ്, ഞാൻ മഞ്ജുഷ. എൻ്റെ കുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊതിച്ചോറാണ്. എല്ലാ മലയാളികളുടെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളത് പൊതിച്ചോറ്. ഞാൻ നോർത്ത് ഇന്ത്യയിലേക്കാണ് വളർന്നത്, പക്ഷേ എനിക്ക് നല്ല ഓർമ്മകളുണ്ട്. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്തത് നാട്ടിൽ വെച്ചാൽ. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുന്ന ലഞ്ച് എന്ന് പറഞ്ഞാൽ പൊതിച്ചോറായിരുന്നു. അപ്പം അവർ പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ അതിലുള്ള ആ മണം കൊണ്ട് തന്നെ എൻ്റെ വയറ് നിറയുമായിരുന്നു. അതിൽ ഇച്ചിരി ചോറ്, ഇച്ചിരി ചമ്മന്തി, ഇച്ചിരി മെഴുക്ക് വരട്ടി, അല്ലെ തോരൻ, പൊരിഞ്ഞ മീൻ, പൊരിഞ്ഞ മുട്ട, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ മണം കൊണ്ട് തന്നെ എൻ്റെ വയറ് നിറയെ ഇത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അല്ലെങ്കിൽ എനിക്ക് വാഴയിലയിൽ എന്തുണ്ടാക്കിയാലും വെച്ചാലോ എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ആകുന്ന കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ തന്നെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വെക്കേഷനിൽ നാട്ടിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ കാണാൻ പോകുമ്പം എൻ്റെ അമ്മ ഞങ്ങൾക്ക് 3 ദിവസം എടുക്കുമായിരുന്നു ട്രെയിനിൽ. അത് ഇപ്പോൾ ആദ്യത്തെ ദിവസത്തേക്കുള്ള ഫുഡെല്ലാം അമ്മ പാക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന ഈ പൊതിച്ചോറുടെ കൂട്ടായിരിക്കും, വാഴയില വെച്ചായിരിക്കും. അപ്പോൾ ആ ട്രെയിനിൽ നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ആ ഫീലിങ്ങും വരും, നല്ല തൃപ്തിയോട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പൊതിച്ചോറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എൻ്റെ പൊതിച്ചോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണണ്ടേ? എന്നാൽ ബാ. ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വെണ്ടയ്ക്ക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് അത് ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് കടു പൊട്ടിച്ചെടുക്കും. എന്നിട്ട് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഈ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക അത് ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, പിന്നെ ഇച്ചിരി കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തോണ്ടിരിക്കും ഇങ്ങനെ. ഇതിച്ചിരി നേരം എടുക്കും ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി. അപ്പം ചിലപ്പം ഈ വെണ്ടയ്ക്ക ഇങ്ങനെ ഒട്ടാൻ തുടങ്ങും, ഇങ്ങനെ സ്റ്റിക്കി ആകാൻ തുടങ്ങും. അങ്ങനെ ആകുവാണെങ്കിൽ ഒരു ടീസ്പൂൺ തൈര് ഒഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരിയും കൂടെ എണ്ണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ട് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഒട്ടലൊക്കെ ഇങ്ങനെ മാറി കിട്ടും. എന്നിട്ട് ഈ വെണ്ടയ്ക്ക നല്ലോണം ഒന്ന് ഫ്രൈ ആയി നമുക്ക് എളുപ്പം തന്നെ കിട്ടും. അപ്പം ഞാൻ ഇച്ചിരി എണ്ണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഒഴിച്ച് ഇളക്കി ഇത് ഫ്രൈ ആക്കിയെടുക്കും. അപ്പം അങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ വെണ്ടയ്ക്ക അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇച്ചിരി തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട്. 5-6 ചുമന്ന ഉണക്കമുളകുണ്ട്, ഇച്ചിരി ഉള്ളിയുണ്ട്, ഇച്ചിരി ഉപ്പുണ്ട്, ഇച്ചിരി പുളിയുണ്ട്, ഇച്ചിരി കരിവേപ്പില ഉണ്ട്, പിന്നെ ഇച്ചിരി റെഡ് ചില്ലി പൗഡറും ഉണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ മിക്സി ജാറിലിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കും. വെള്ളമാകാതെ ഡ്രൈ ആയിട്ട് ചമ്മന്തിയുടെ കൂട്ട് അരച്ചെടുക്കും. വേണമെങ്കിൽ നമുക്ക് ഈ പുളിയും ഈ കരിവേപ്പിലയും ഈ റെഡ് ചില്ലി പൗഡറൊക്കെ ഒഴിവാക്കാം. അത് ഞാൻ ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഇടുന്നതാണ്. അപ്പം അങ്ങനെ എൻ്റെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആണ്. അതിനു വേണ്ടി 5-6 ആവോലി കഷ്ണങ്ങൾ നല്ലോണം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടിയുള്ള സ്പൈസസ് എടുക്കാം. ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില, പിന്നെ വെള്ളം ഇച്ചിരി ആയിട്ട് ഒഴിച്ചിട്ട് ഈ സ്പൈസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊരു തിക്ക് പേസ്റ്റ് ആക്കണം. എന്നിട്ട് ഈ മീൻ കഷ്ണങ്ങൾ അതിൽ എല്ലാം ഇങ്ങനെ നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു ഇച്ചിരി നേരം ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇട്ടിട്ട് അതിൽ ഈ മീൻ കഷ്ണങ്ങളിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പം ആദ്യം അതിൻ്റെ താഴെ ബോട്ടം ഇങ്ങനെ നല്ലോണം ഇച്ചിരി ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ അതൊന്ന് തിരിച്ചിട്ടിട്ട് പിന്നെ ഒരു മൂടി കൊണ്ട് ഇച്ചിരി ഒന്ന് മൂടി മേടി വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പം തന്നെ നമുക്ക് ഫ്രൈ ആയും കിട്ടും. അകത്തും നല്ലോണം ഫ്രൈ ആകും, പിന്നെ നല്ല ക്രിസ്പി ആകും. അപ്പം അങ്ങനെ എൻ്റെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
ഇനി ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ഓംലേറ്റ് ആണ്. അതിന് വേണ്ടി ഞാൻ 2 മുട്ട പൊട്ടിച്ചെടുത്ത് എന്നിട്ട് ഇച്ചിരി സവാള, ഇച്ചിരി പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, പിന്നെ കരിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് നല്ലോണം വിസ്ക് ചെയ്തെടുക്കും. ഫോർക്ക് സ്പൂൺ അല്ല വിസ്കറും ഉണ്ട്. എന്നിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ മുട്ട വിസ്ക് ചെയ്ത് വെച്ച മുട്ട ഇട്ടിട്ട് താഴത്തെ സൈഡ് ഫ്രൈ ആകുമ്പോഴത്തേക്ക് അതൊന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആകുമ്പോഴത്തേക്ക് എൻ്റെ മുട്ട ഓംലേറ്റും റെഡിയാകും. ഇനി ഞാൻ ചോറുണ്ടാക്കാൻ പോവാണ്. അതിനു വേണ്ടി ഞാൻ നമ്മുടെ നാടൻ അരി, നമ്മുടെ കേരള മട്ട റൈസ് എന്നാണ് ഇവിടെ പറയുന്നത്, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് ഇത് ഞാൻ പ്രഷർ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ ആകുമ്പോഴത്തേക്ക് എൻ്റെ ചോറും റെഡിയാകും. ഒരു വാഴയില എടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ US ഇങ്ങനെ ഉള്ള വാഴയിലേ കിട്ടുകയുള്ളൂ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ട് ഫുൾ സൈസ് കിട്ടത്തില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് അതൊന്ന് ഇങ്ങനെ വാട്ടിയെടുക്കും. അതിൻ്റെ കളർ ചേഞ്ച് ആവും, നല്ല മണം വരും. അപ്പം അതങ്ങനെ ഫുൾ ആയിട്ട് ഒന്ന് വാട്ടിയെടുക്കും. ഇനി ഞാൻ എൻ്റെ പൊതിച്ചോറ് റെഡിയാക്കാൻ പോവാണ്. അതിന് ഞാനൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ വാട്ടിയ വാഴയില വെച്ചിട്ട് ആവശ്യത്തിന് ചോറ്, പിന്നെ സൈഡിൽ ആവശ്യത്തിന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ചമ്മന്തി, മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, പിന്നെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട അച്ചാറ്, ഇതെല്ലാം കൂടെ വെച്ച് വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ പൊതിച്ചോറിലുള്ള ഐറ്റംസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? കൊതി വിടുന്നുണ്ടോ? എന്നാൽ ഞാൻ ഇതെളുപ്പം തന്നെ കവർ ചെയ്യാൻ പോവാണ്. മടക്കി ഒരു പൊതിച്ചോറാക്കാൻ പോവാണ്. അങ്ങനെ എൻ്റെ പൊതിച്ചോറ് പാക്കറ്റ് റെഡിയായിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു നൂല് കൊണ്ട് ഒന്ന് കെട്ടിവെക്കാം. ഇനി ഈ പൊതിച്ചോറ് ഒരു 5-6 മണിക്കൂർ മാറ്റി വെച്ചിട്ട് 5-6 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കഴിക്കുമ്പോഴായിരിക്കും ആ വാഴയിലയുടെ ആ ടേസ്റ്റ് ഇതെല്ലാം ഫുഡ് ഐറ്റമിൽ നല്ലോണം പിടിച്ചു വരുന്നത്. ഇച്ചിരിയും കൂടെ എല്ലാ ആഹാരം നല്ലോണം രുചിയായിട്ട് വരുന്നത്. അപ്പം ഞാനിങ്ങനെയാണ് എൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് തരണം, ഷെയർ ചെയ്യണം. എൻ്റെ കുട്ടി ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. യു ടേക്ക് കെയർ ആൻഡ് ബൈ ഫോർ നൗ.